എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻ്റർവ്യൂ ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നുണ്ട്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ആയിഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുവതി, ഒരു ഡോക്ടർ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അതും ഭർത്താവിൻ്റെ വീടിൻ്റെ മുമ്പിൽ വെച്ചാണ് കൊടുക്കുന്നത്. 10 ദിവസമായിട്ട് വീടിൻ്റെ മുമ്പിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് തൻ്റെ അനുവാദമോ അല്ലെങ്കിൽ നിയമപരമായിട്ടോ ഒന്നും അല്ലാതെ തന്നെ ഡിവോഴ്സ് ചെയ്യാതെ വേറൊരാളെ കല്യാണം കഴിക്കുകയും അവരുടെ കൂടെയും ജീവിക്കുകയും ചെയ്യുകയാണ്. അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടുണ്ടെങ്കിൽ ഈ ഒരു വൈഫ് വീടിൻ്റെ മുമ്പിൽ 10 ദിവസമായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഇൻ്റർവ്യൂവിൽ അവർ കുറേയധികം കാര്യങ്ങൾ ഒരു ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെ മാനസികമായിട്ടൊക്കെ തനിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി എന്നുള്ളൊരു കാര്യം. അതിനുശേഷം ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞതിന് ശേഷം ഈ മീഡിയ ഉണ്ടെങ്കിൽ ഇവരെ കുടുംബത്തിലെ മാമനെയൊക്കെ പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഈ ഒരു പെൺകുട്ടിക്കെതിരെ ഓരോ കാര്യങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നുന്ന കണക്ക് തോന്നും. അങ്ങനത്തുള്ള കാര്യങ്ങളാണ് ആ ഒരു മാമൻ്റെ വക പറയുന്നത്. പിന്നെ ഒരു നാട്ടുകാരൻ അവിടെ ഉണ്ട്. ആ ഒരു നാട്ടുകാരനുണ്ടെങ്കിൽ 2 കല്യാണം കഴിച്ചതിനെ ഭയങ്കര മഹത്തായിട്ട് എന്തോ വലിയ കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന അലി എന്നാണ് ആ ഒരു ഭർത്താവിൻ്റെ പേര്. അയാളുടെ ഭാഗം അറിയാത്തതുകൊണ്ട് ഫുള്ളായിട്ട് അദ്ദേഹത്തിനെ കുറ്റം പറയുന്നത് ശരിയാണെന്ന് തോന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു വൈഫ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതും അതിൽ ഈ ഒരു ഭർത്താവിൻ്റെ കുറ്റങ്ങൾ എന്താണ്, നമുക്കത് ശരിയായിട്ട് തോന്നാത്ത കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു കുടുംബക്കാരി മാമൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയും പിന്നെ ഒരു നാട്ടുകാരനൊക്കെ പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്. അതിൽ എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടായിരിക്കും, എൻ്റെ ഒപ്പീനിയൻ അല്ലാത്തവരും ഉണ്ടായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉറപ്പായിട്ടും പറയാവുന്നതാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. സോ വീഡിയോ ടോപ്പിക്കിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ഡോക്ടർ ആയിഷയുടെ ഇൻ്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യാതെ, ഈ ഒരു വൈഫിനെ ആദ്യം ഡിവോഴ്സ് ചെയ്യാതെ ഉണ്ടെങ്കിൽ വേറൊരു കല്യാണം കഴിച്ചേക്കുന്നു. ഇതിനെതിരെയാണ് ഈ ഒരു വൈഫ് ഉണ്ടെങ്കിൽ സമരമായിട്ട് ഇവർ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് സമരം ചെയ്യുകയാണ്. 10 ദിവസത്തോളമായി. ഇപ്പോഴാണ് മീഡിയാസിനെ വിളിക്കുന്നതും ഇതേ കണക്ക് ആ ഒരു ഇൻ്റർവ്യൂ പുറത്തേക്ക് വരുന്നതും. ഇതിലേക്ക് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിനു മുമ്പ് നമ്മളിത് കേൾക്കുന്ന സമയത്ത് ഇതെന്ത് നീതികേടാണ് എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ചിന്തിക്കുന്നത്. ഈ ഒരു ഡിവോഴ്സ് പോലും ചെയ്യാതെയൊക്കെ ഇതേ കണക്ക് കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോഴത്തേന് ചിലപ്പോൾ മുസ്ലിംസിന് അത് പറ്റുന്ന റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു വൈഫ് 10 ദിവസത്തോളമായി ഇങ്ങനെ ആ ഒരു വീടിൻ്റെ മുമ്പിൽ സമരം ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേന് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് ആൾക്കാരിലേക്ക് എത്തുന്നത്. അതെല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കായ ഒരു കാര്യമാണ്. അപ്പോഴത്തേന് ഈ ഒരു ഇൻ്റർവ്യൂ ഈ ഒരു വൈഫ് കൊടുക്കുന്ന സമയത്ത് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു വൈഫ് ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ കല്യാണം 2013 കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. 2013 കല്യാണം കഴിഞ്ഞ സമയത്ത് ഏകദേശം 100 പവനോളമാണ് ഈ ഒരു ആയിഷയുടെ വീട്ടിൽ നിന്നും ഈ ഒരു ഭർത്താവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പല ലക്ഷം രൂപയും കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കല്യാണം കഴിഞ്ഞ് കുറേ വർഷങ്ങളോളമൊക്കെ കഴിയുമ്പോൾ പോലും ഭയങ്കരമായിട്ട് തന്നെ മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഉണ്ടെങ്കിൽ താൻ അതിൽ നിന്നും ഓവർകം ചെയ്യാൻ തന്നെ ഭയങ്കരമായിട്ട് പാടുപെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കൊറോണ സമയമൊക്കെ ആയ സമയത്ത് ഇവർ വേറെ എവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഉണ്ടെങ്കിൽ തന്നെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഉണ്ടെങ്കിൽ ഈ ഒരു ഡോക്ടറിനെ ഉണ്ടെങ്കിൽ എതിരെ പോലീസിൽ കംപ്ലയിൻ്റ് കൊടുത്തു. പോലീസ് വന്നിട്ടാണ് ഈ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവിടുന്ന് മോചിപ്പിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം 6 വർഷത്തോളം ഏകദേശം ഇവർ ഒരുമിച്ചല്ല താമസിക്കുന്നത്, പിരിഞ്ഞാണ് താമസിക്കുന്നത്. ഒരു മോളുണ്ട്. മോളാണെങ്കിൽ ഒരു ഡോക്ടറായിട്ടുള്ള അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. പക്ഷേ ഒരു ഒഫീഷ്യൽ ഡിവോഴ്സോ ഒന്നും തന്നെ ആയിട്ടില്ല. കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റഡിയുടെ കാര്യമൊക്കെ അതുപോലെ തന്നെ ഈ ഒരു പൈസയുടെ കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഭർത്താവ് ഇവരെയൊന്നും അറിയിക്കാതെ നിയമപരമായിട്ടല്ലാതെ മറ്റൊരു വിവാഹം കഴിക്കുന്നത്. ഇതിനെതിരെ ആയിരുന്നു ഈ ഒരു ആയിഷയുടെ ഈ ഒരു സമരം എന്ന് പറയുന്നത്. എന്തായാലും ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ ഒരു പൈസ കൊടുത്തതിനെ കുറിച്ച് തന്നെ പറയാം. 100 പവൻ എന്ന് പറയുന്നതൊന്ന് ആലോചിച്ച് നോക്കണം. അത്രയും പവൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത് 2013. അതിൻ്റെ പൈസ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, എത്ര കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ വേറെ പൈസയും കൊടുത്തു എന്നും പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. അത്രയൊക്കെ കൊടുത്ത്
കല്യാണമൊക്കെ നടത്തി വിട്ടതിന് ശേഷം ഇതേ കണക്ക് ഭർത്താവിൻ്റെ അടുത്ത് മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് നേരിടുക. അതേ കണക്ക് പൂട്ടിയിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. പോലീസ് വന്ന് പിന്നെ ആ സമയത്ത് വർക്ക് ചെയ്ത സമയത്താണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് നമുക്കറിയത്തില്ല, ഇതൊരു വൈഫിൻ്റെ ഭാഗം മാത്രമാണ്. എന്നാൽ പോലും ഇത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു വ്യക്തി അലി എന്ന് പറഞ്ഞാൽ ഭർത്താവ് വന്നിട്ട് ഇതിൻ്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ തരുവാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. എന്നാൽ പോലും ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വലിയ തെറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതുപോലത്തുള്ള മാനസിക ബുദ്ധിമുട്ടൊക്കെ നേരിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഇപ്പം ഏകദേശം 6 വർഷത്തോളം അവർ ഒരുമിച്ചല്ല, സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ലീഗലി അവർ ഡിവോഴ്സ് ആയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഈ ഒരു കുട്ടിയുടെ കസ്റ്റഡി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കല്യാണം ഇപ്പം കഴിഞ്ഞ സമയത്താണ് ഈ ഒരു വൈഫ് ഇതേ കണക്ക് സമരത്തിന് വന്നേക്കുന്നത്. ഒഫീഷ്യലി ഡിവോഴ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഇതേ കണക്ക് ഇവർ കല്യാണം കഴിച്ചു എന്നതാണ് വൈഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും കോടതി കേസ് കിടക്കുന്നുണ്ട്. കോടതിയിൽ ഇതിനെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വൈഫ് ഈ ഒരു സംഭവം രണ്ടാമത് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു വീട്ടിലേക്ക് വരാനൊക്കെ ഉള്ള രീതി, ചെന്ന് കയറാനുള്ളൊക്കെ എന്തോ ഓർഡറോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വൈഫ് വന്ന സമയത്തുണ്ടെങ്കിൽ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർ അങ്കിൾ ഏതാണ്ട് മാത്രമേ അവിടെ ഉള്ളൂ, അവരുണ്ടെങ്കിൽ കയറ്റാൻ പറ്റത്തില്ല എന്നുള്ള രീതി പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുണ്ടെങ്കിൽ 10 ദിവസമായിട്ട് അവിടെ ഇപ്പം സമരം ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഈ ഒരു വൈഫിൻ്റെ അടുത്ത് ഈ ഒരു മീഡിയ ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് സപ്പോർട്ട് ഈ ഒരു കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് ഈ ഒരു ഭർത്താവിൻ്റെ കുടുംബം എങ്ങനെയാണ് ഇത് കണക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ പോലീസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തോ, അവരെന്താണ് പറയുന്നത്, പിന്നെ നാട്ടുകാരുടെ ഭാഗത്ത് എങ്ങനെയാണ് എന്നുള്ള രീതി സപ്പോർട്ടൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട്ടുകാരുടെ കാര്യമാണ്. ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഭർത്താവിൻ്റെ വീട്ടുകാർ ഭയങ്കര പൈസയൊക്കെ ഉള്ള ടീമാണ്. ഈ ഒരു ഭർത്താവിൻ്റെ അച്ഛനൊന്നും എന്നെ തീരെ ഇഷ്ടമൊന്നും അല്ല, നിറത്തിൻ്റെ പേരിലൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇതിൻ്റെ കുറേ വർഷം ഈ ഒരു ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് കുറേയധികം മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായി എന്നുള്ള രീതിയിലാണ് ഈ ഒരു ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ കുറേയധികം നമ്മൾ എന്നെ കേൾക്കാറുണ്ട് ഇത് കണക്ക് ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് അമ്മയുടെ നിന്നൊക്കെ ഇങ്ങനെ കുറേയധികം വൈഫിനുണ്ടെങ്കിൽ കളറ് പോരാ, അല്ലെങ്കിൽ അത് ചെയ്യുന്നത് ശരിയല്ല, ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് നമ്മൾ കുറേയധികം വാർത്തകൾ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചില ഈ ഒരു വൈഫ് ഉണ്ടെങ്കിൽ ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ ജീവൻ വരെ എടുക്കുന്ന അവസ്ഥ വരെ വന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും ഇതേ കണക്കുള്ള കുറേയധികം ഭർത്താവിൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പോലീസിൻ്റെ കാര്യം പറയുന്നുണ്ട്. പോലീസിൻ്റെ സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാൽ പോലും അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് വേണ്ടത്ര ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഈ ഒരു ആയിഷ പറയുന്നത് ഈ ഒരു ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ കാര്യമാണ്. അവരുണ്ടെങ്കിൽ നല്ല ക്യാഷുള്ള ടീമാണ്, അവരെ കൂടെ നിൽക്കൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെയും കുറേയധികം ആൾക്കാരുണ്ട്, ഈ ഒരു പൈസ ഉള്ളവരെ കൂടെ നിൽക്കുന്ന പോലീസ് ടീമൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇവർ പറയുന്നത് ഇവർക്ക് സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് എന്തായാലും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു 10 ദിവസമൊക്കെ അവിടെ സമരം ഇരുന്നിട്ട് പോലും ഒരു പോലീസ് ഇതൊന്നും സംസാരിച്ച് തീർക്കാൻ പോലും റെഡി ആവുന്നില്ലെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. എന്തായാലും അവർ ആ ഒരു കാര്യത്തിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നാട്ടുകാരുടെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നാട്ടുകാരും ഉണ്ടെങ്കിൽ ഇവരുടെ കൂടെ സപ്പോർട്ടിന് നിൽക്കുകയാണ് എന്നുള്ളതാണ് ഈ ഒരു ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ ഇത്ര ദിവസമായിട്ട് നിൽക്കുന്നു, ആരും വന്ന് എൻ്റെ അടുത്ത് എന്താണ് സംഭവമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിൽ എൻ്റെ കൂടെ നിൽക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, എല്ലാവരും അവരുടെ കൂടെയാണ്, അവർ ക്യാഷൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് നിർത്തുവാണ് എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ഇവിടെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കേരളത്തിലെങ്കിലും. പക്ഷെ അതുപോലും ഈ ഒരു സ്ത്രീക്കില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ അവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു കുട്ടിയുടെ കാര്യമാണ്. ഈ ഒരു കുട്ടിയെ ഉണ്ടെങ്കിൽ ഇവർ കൂടെ തന്നെയാണ് നിൽക്കുന്നത്, 6 വർഷമായിട്ട് ഇവരെ തന്നെയാണ് നോക്കുന്നത്. ഈ ഒരു ഭർത്താവ് കാര്യങ്ങളൊക്കെ നോക്കാമെന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുകയും കൂടെ പോവുകയൊക്കെ ചെയ്യും. കുട്ടി കൂടെ ഇവർ അച്ഛൻ്റെ കൂടെ പോകും. ആ സമയത്തൊക്കെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ റീൽസൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നതൊക്കെ ഉണ്ട്. പക്ഷേ നോക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പൈസ പോലും ഈ ഒരു ഭർത്താവ് തരത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതിൽ നമുക്ക് എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ ആയിഷ അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പൈസയൊന്നും തന്നിട്ടില്ല, പക്ഷേ ഇടയ്ക്ക് വന്ന് കാണും, പിന്നെ ഭയങ്കര സ്നേഹമുള്ള രീതിയിൽ റീലൊക്കെ എടുത്തിടും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു ആയിഷ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള കുറേയധികം ആവശ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കുക ഒരു വീഡിയോയിൽ. ആയിഷ പറഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങൾ
ഫസ്റ്റ് മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം വേറൊരു കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നെ ഉണ്ടെങ്കിൽ ഒഫീഷ്യലി ഡിവോഴ്സ് ചെയ്തിട്ട് മാത്രമേ മറ്റൊരാളുമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കൂ എന്നുള്ളൊരു കാര്യമായിരുന്നു ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കോടതിയിൽ ഇപ്പം പൊരുതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആയിഷ പറഞ്ഞതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു ഡിവോഴ്സ് ഒഫീഷ്യലി നടത്തിയിട്ട് വേറെ ആരെങ്കിലും കെട്ടിക്കോളാനാണ് പറയുന്നത്. അപ്പോഴത്തേന് അതിൽ ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അത് ഈ ഒരു ഭർത്താവിനെ ഒരു അലിക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതിന് പകരം ഇതൊന്നും ആരെയൊന്നും അറിയിക്കാതെ കുടുംബക്കാരെല്ലാം കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കല്യാണം കഴിഞ്ഞത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ ഈ ഒരു ആയിഷയ്ക്ക് പറയാനുള്ള ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് തൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ വീട്ടുകാർ തന്നു വിട്ട 100 പവനോളം വരുന്ന ആ ഒരു സ്വർണവും തരണം, പിന്നെ ആ ഒരു പണവും തനിക്ക് തിരിച്ചു തരണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കാര്യത്തിൽ ആയിഷ പറഞ്ഞതിനോട് യോജിക്കുന്നു. എന്തായാലും ഇവരെ പൈസയും ഈ സ്വർണ്ണമൊക്കെ കൊണ്ട് കുറേയധികം ഇവർക്ക് ഉപകാരമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതെല്ലാം തിരിച്ചു കൊടുക്കണം. കാരണം ഈ ഒരു കുഞ്ഞ് വളർന്നു വരുവാണ്. ഇപ്പം ഈ ഒരു അലിക്ക് വേറൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ ഇനി കുട്ടിയും കാര്യങ്ങളുമായിട്ട് ജീവിക്കാൻ പോവുകയാണ്. അപ്പോഴത്തേന് പിന്നെ എന്തിനാണ് ആ ഒരു സ്വർണ്ണത്തിൻ്റെ ആവശ്യം? നിങ്ങൾക്ക് ഈ ഒരു വൈഫിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആ സ്വർണ്ണവും തിരിച്ചു കൊടുക്കണം, അതുപോലെ തന്നെ പൈസയും തിരിച്ചു കൊടുക്കണം. അതിൽ അവർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ആകുമ്പോൾ അവർക്ക് കുട്ടിയുടെ കാര്യമൊക്കെ നോക്കാം. ഇവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പോഴത്തേ അവർക്ക് കുറച്ചും കൂടെ ലൈഫിൽ അത് സെറ്റാവാം. കുറേയധികം പേര് ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് അങ്ങനെയൊന്നും കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇവർ കൊടുത്ത ഇൻ്റർവ്യൂവിന് താഴെയൊക്കെ വന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങനെ പറയുന്നതിന് മുമ്പ് ചിന്തിക്കണം. ഇതൊക്കെ ഇവരും കൂടി ഇവരെ അവകാശപ്പെട്ട തന്നെയല്ലേ, അപ്പം ഇവർക്കത് തിരിച്ചു കൊടുക്കണം. ആ ഒരു കുട്ടിയെ നോക്കേണ്ട ബാധ്യത ആ ഒരു അമ്മയ്ക്കാണ്. ഇനി അച്ഛൻ നോക്കുമെന്ന് തോന്നുന്നില്ല. കാരണം വേറെ കല്യാണം കഴിച്ച് ഇവരുടെ കൂടെ ജീവിക്കേണ്ട എന്നുള്ളതാണല്ലോ. അപ്പോഴത്തേന് ആ ഒരു പൈസ ചോദിച്ചതിലും ആ ഒരു സ്വർണം ചോദിച്ചതിൽ തെറ്റുണ്ടെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. അത് തിരിച്ചു കൊടുക്കുക തന്നെ വേണം. പിന്നെ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിഷ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് റീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തനിക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത സമയത്ത് കുറേയധികം പേര് തൻ്റെ കണക്ക് ബുദ്ധിമുട്ട് നേരിടുന്നവരൊക്കെ ഉണ്ടായിരുന്നു. തന്നേക്കാൾ ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാരും തനിക്ക് മെസ്സേജ് അയച്ചു എന്നുള്ളൊരു കാര്യം കൂടി ആയിഷ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ട സമയത്ത് ഞാനിപ്പോൾ അനുഭവിക്കുന്ന വളരെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ട് എന്നുള്ളതും ആയിഷ പറയുന്നുണ്ടായിരുന്നു. ആയിഷ പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ ഒരു റീലൊക്കെ ഇട്ട സമയത്ത് കുറേയധികം പേര് തനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 4-3 മക്കളൊക്കെ ഉണ്ട്. അത് സ്ത്രീകൾ തന്നെയാണ് അയക്കുന്നത്. ഈ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഒന്നും നോക്കിയൊന്നും ചെയ്യുന്നില്ല. ഞങ്ങളുടെ സ്വർണം, അതായത് കല്യാണത്തിന് കിട്ടിയ സ്വർണ്ണം എല്ലാം ചിലവാക്കി കളഞ്ഞു. ഇപ്പം ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെ വലിയ പഠിപ്പും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് തനിക്ക് ആ ഒരു വിഷമം, അവരുടെ വിഷമം തനിക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട സമയത്താണ് എന്തുമാത്രം താൻ ലക്കിയാണെന്നുള്ളത് മനസ്സിലായത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ജോലിയെങ്കിലും ഉണ്ട് എൻ്റെ കുട്ടിയെ നോക്കാനൊക്കെ. ഇപ്പം ഞാൻ ഈ ഒരു നീതിക്ക് വേണ്ടി നിൽക്കുന്നെങ്കിൽ പോലും എനിക്ക് എൻ്റെ കുട്ടിയെ നോക്കാനുള്ള ഏകദേശം കാര്യങ്ങൾ എനിക്ക് പ്രാപ്തിയുണ്ട്, ജോലി ചെയ്യാനെല്ലാം പറ്റും. പക്ഷേ ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന കുറേയധികം പേരുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു ആയിഷ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ കൂടെ നിന്നിട്ട് ഈ ഒരു കാര്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള ആൾക്കാർക്ക് എതിരെ നീതി കിട്ടണം എന്നുള്ളത്, ഇവിടെ കുറേയധികം പേര് സ്ത്രീകൾ അങ്ങനെ ഉണ്ട്, ഇവർക്കെല്ലാവർക്കും നീതി കിട്ടുന്ന രീതിയിലാണ് എന്നുള്ള രീതിയിൽ ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് കേട്ട സമയത്ത് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു കുറേയധികം ആൾക്കാരുണ്ട് ഇതേ കണക്ക് വെറുതെ കല്യാണം കഴിക്കുക, കുട്ടികളുടെ കാര്യം നോക്കാതിരിക്കുക, അല്ലെങ്കിൽ ഭാര്യയുടെ കാര്യമൊന്നും നോക്കാതെ കുടിച്ചും ഒക്കെ നടക്കുന്ന കുറേയധികം പേരുണ്ട്. അവരെ ഇന്ന് കിട്ടുന്ന സ്വർണം കൊണ്ട് ജീവിക്കാം എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ കുറേയധികം ആൾക്കാരുണ്ട്. അതുപോലെ അവർക്ക് അപ്പം ചില പോലും കൊടുക്കാത്തവരാണ് ഈ ഒരു ഭർത്താക്കന്മാരൊക്കെ. ഇവർ ഒരു പണിക്കൊന്നും പോകത്തില്ല. ഈ ഒരു ഭാര്യയുടെ സ്വർണം വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കുക എന്നുള്ളൊരു പ്ലാനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതൊന്നും നടക്കാതെ അവർ ഈ ഒരു ഭാര്യയും കുട്ടികളൊന്നും നോക്കാതിരിക്കും. അപ്പോഴത്തെ അങ്ങനെ കുറേയധികം പേരുണ്ട്. അവരുടെ മെയിനായിട്ടുള്ള പിന്നെ ഈ ഒരു ഭാര്യയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ജോലിയോ അല്ലെങ്കിൽ അതിനുള്ള വിദ്യാഭ്യാസമൊന്നും കാണത്തില്ല. ചിലപ്പോൾ നേരത്തെ കല്യാണം കഴിഞ്ഞതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ കല്യാണം കഴിച്ച് വിടുന്നവരൊക്കെ ആവും. അപ്പോൾ അങ്ങനെയുള്ളവർ അവരുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കണം. അത്രയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേയധികം സ്ത്രീകളുണ്ട്. അവരെ കുട്ടികളെ വളർത്താൻ വേണ്ടി ജോലിക്ക് പോയിട്ട് കഷ്ടപ്പെട്ട് വളർത്തുന്നവരുണ്ട്. ഈ ഭർത്താക്കന്മാർ ചിലപ്പോൾ നോക്കിയെന്ന് വരത്തില്ല. എല്ലാവരും അങ്ങനെയല്ല, അങ്ങനെ ചെയ്യുന്നവരെ കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഈ ഒരു ആയിഷ പറയുന്ന ഒരു കാര്യം, അങ്ങനെ കുറേയധികം പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു
പോരാടുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ആൾക്കാർ നിൽക്കണം, എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും ദിവസത്തോളം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നിയമപരമായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. പക്ഷേ എനിക്ക് നിങ്ങളുടെ നാട്ടുകാരുടെ എല്ലാവരെയും സപ്പോർട്ട് വേണം എന്നും ഈ ഒരു ആയിഷ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മീഡിയാസിന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളുണ്ടെങ്കിൽ ഇത് മാക്സിമം പേരിലേക്ക് എത്തിക്കുക. ഇതുപോലെ അനുഭവിക്കുന്ന കുറേയധികം പേരുണ്ട്. അവരെല്ലാവരും ഒത്തുചേർന്നാൽ മാത്രമേ ഇതുപോലുള്ള നമുക്കെതിരെ വരുന്ന അനീതിക്കെതിരെ നിയമപരമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റൂ എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു ആയിഷ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ട സമയത്ത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഈ ഒരു ആയിഷയുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് തന്നെ പറയാം. ഇപ്പം ഭർത്താവിൻ്റെ സൈഡ് കേൾക്കാനുണ്ട്, അത് സത്യം. ഇനി അവർക്ക് എന്തെങ്കിലും പറയാൻ കാണുമായിരിക്കും. ഇപ്പം ഈ ഒരു വൈഫിനുണ്ടെങ്കിൽ എനിക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് കറക്റ്റ് റീസണാണ്. അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടായിരിക്കാം. ഇന്ന് പറഞ്ഞിട്ട് വേറൊരാളെ കല്യാണം കഴിച്ച ഉടനെ ജീവിക്കുക എന്നുള്ളതല്ല. ചിലപ്പം പറയാം 6 വർഷമായ മാറി നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ പറയാം. എന്നാൽ പോലും നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കണമെങ്കിൽ ഒഫീഷ്യലി ഡിവോഴ്സ് ആവും. നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ അവരെന്താണ് സ്വർണ്ണമാണ് ചോദിക്കുന്നത്, അതുപോലെ തന്നെ പണം ചോദിക്കുന്നു. ഇതെല്ലാം അവർ കൊണ്ടുവന്ന് അവരെ വീട്ടിൽ നിന്ന് തന്നേലേ, അതൊക്കെ തിരിച്ചു കൊടുക്കൂ. നിങ്ങളുടെ കുട്ടിക്ക് തന്നെ അല്ലേ അതൊക്കെ ഉപകാരപ്പെടുന്നത്, അല്ലാതെ വേറെ ആർക്കും ആയിരിക്കില്ലല്ലോ ഉപകാരപ്പെടുന്നത്. തിരിച്ചു കൊടുത്തിട്ട് നിങ്ങൾ വേറെ കല്യാണം കഴിക്കൂ. ഇവിടെ ആരും ചോദിക്കാനൊന്നും വരത്തില്ല. അതിന് പകരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ നേരെ വേറെ കല്യാണം കഴിക്കുകയോ, ഒഫീഷ്യലി പോലും ഡിവോഴ്സ് ആയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും അതും രഹസ്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോഴത്തേന് ഇതേ കണക്ക് അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴത്തേന് ഇവർക്ക് ഡിവോഴ്സ് വേണം എന്നുള്ളതാണ്. എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, എൻ്റെ മോളുടെ ഭാവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് നോക്കാവുന്ന പ്രാപ്തിയുള്ളൂ. പക്ഷേ അച്ഛൻ്റെ ഭാഗത്തുനിന്നും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കണം, ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം, അതെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇവർ പറയുന്ന കണക്ക് ഇവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ചെയ്തു കൊടുക്കും. എന്നിട്ട് വേറെ ഡിവോഴ്സ് ആയിട്ട് നിങ്ങൾ വേറെ കല്യാണം കഴിക്കുകയോ ജീവിക്കുകയോ, അതിലൊന്നും ആരും ഇവിടെ ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ഇതേ കണക്ക് ഡിവോഴ്സ് ഒന്നും ചെയ്യാതെ നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് എന്താണോ ആവശ്യമുള്ളത്, ആ കുട്ടിയുടെ ലൈഫിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെ ഇതേ കണക്ക് കല്യാണം കഴിച്ചതൊന്നും ശരിയായിട്ടുള്ളൊരു കാര്യമെന്ന് എനിക്കും തോന്നുന്നില്ല. അപ്പോൾ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എനിക്കും മെയിനായിട്ട് ഈ ഒരു അലിയുടെ അടുത്തൊക്കെ പറയാനുള്ളത്. എന്തായാലും അവരെ കുടുംബത്തിൻ്റെ അടുത്തും പറയാനുള്ളത്. പിന്നെ ഇതിന് ശേഷം നടന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആയിഷ ഉണ്ടെങ്കിൽ അവിടെ നാട്ടുകാരുടെ അടുത്തും അതുപോലെ തന്നെ ഈ ഒരു മാമൻ്റെ അടുത്തൊക്കെ വഴക്കിടുന്ന ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ ഈ ഒരു ആയിഷ നാട്ടുകാരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളൊന്നും കണ്ടില്ല ഇത്രയും ദിവസമായിട്ട് ഞാനിവിടെ സമരം ചെയ്യുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ഇവരുടെ അടുത്ത് ഇതിനെപ്പറ്റിയൊന്നും ചോദിക്കുന്നില്ല, എനിക്ക് നീതിക്ക് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള രീതിയിൽ ആയിഷ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു അലിയുടെ മാമനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. മാമൻ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ വീട്ടിലോട്ട് വരാൻ ഞാൻ അനുവദിക്കത്തില്ല, അതിനുള്ള നിങ്ങളുടെ കോടതിയിലുണ്ടെങ്കിൽ പോയി എല്ലാം നേരിടണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആയിഷ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഓർഡർ ഉണ്ട്, ഇത് കണക്ക് വീട്ടിൽ കയറാം എന്നുള്ള രീതിയിൽ ഓർഡർ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേന് ഈ ഒരു മാമൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ ഓർഡർ ഉണ്ടല്ലോ, നിങ്ങളെ കയറ്റാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ഓർഡർ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഇങ്ങനെയൊന്നും ഒന്നും തന്നെ ചെയ്യുന്നില്ലായിരുന്നു. കയറ്റാൻ പാടില്ല എന്നുള്ള രീതിയിലൊന്നും പറയുന്ന എന്തോ ഓർഡറൊന്നും കാണിച്ചിട്ടില്ല. എന്തായാലും ഈ ഒരു ആയിഷയും അതുപോലെ തന്നെ ഈ ഒരു മാമനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മെയിനായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള നാട്ടുകാരുടെ കാര്യമാണ്. നാട്ടുകാർ എന്തെങ്കിലും ഒന്ന് ഇടപെടുകയോ അല്ലെങ്കിൽ ഈ ഒരു വൈഫിൻ്റെ കൂടെ നിൽക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ കുറേയധികം പേര് ഈ ഒരു വീഡിയോ വന്നപ്പോൾ അല്ലെങ്കിൽ എനിക്കധികം ഡൗട്ട് തോന്നിയിട്ടൊരു കാര്യമായിരുന്നു, ഈ ഒരു വൈഫിൻ്റെ അത് ആയിഷയുടെ കുടുംബത്തിനെയും ഈ ഒരു ആയിഷയുടെ കൂടെ കണ്ടിട്ടില്ലായിരുന്നു. അത് ഭയങ്കരമായിട്ടൊരു ചർച്ച ചെയ്തൊരു കാര്യമായിരുന്നു. ആൾക്കാർ എന്തുകൊണ്ട് ഇപ്പോൾ ആയിഷയുടെ ഭാഗത്ത് തെറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ആയിഷയുടെ കുടുംബം കൂടെ വന്നിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതെനിക്കും തോന്നി, എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള രീതി തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി കുടുംബത്തിലും ഇവരെ കൂടെ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആയിഷ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്ന സമയത്ത് ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബം എൻ്റെ കൂടെ തന്നെയാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള കാര്യത്തിൽ അത് എനിക്കും അറിയത്തില്ല. എന്തായാലും ഈ ഒരു വീഡിയോ പുറത്ത് വന്നതിന് ശേഷം ഈ ഒരു അമ്മാവൻ്റെ ഒരു ഇൻ്റർവ്യൂ പോലെ ഈ ഒരു മീഡിയ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മാവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഈ ഒരു സംഭവം, നിങ്ങളെന്താണ് ഇതിനെക്കുറിച്ച് സംസാരിക്കൂ എന്നൊക്കെ ചോദിച്ച സമയത്ത് ഈ ഒരു അമ്മാവൻ പറഞ്ഞൊരു കാര്യം, ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കുകയല്ല, ഇതൊക്കെ കോടതിയിൽ സംസാരിക്കുന്ന കേസും കാര്യങ്ങളാണ്, അതൊക്കെ അവിടെ വെച്ചാണ് തീർക്കേണ്ടത്, അല്ലാതെ ഇവിടെ വെച്ചൊന്നും അല്ല ഇത് സംസാരിക്കേണ്ടത് എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു
അമ്മാവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. മീഡിയ ഉള്ള ആ ഒരു വ്യക്തി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുമ്പം പിന്നെയും ഈ ഒരു അമ്മാവൻ അത് തന്നെയാണ് പറയുന്നത്. അത് ഇവിടെ വെച്ചല്ല സംസാരിക്കേണ്ടത്, ഇത് കോടതിയിൽ തീർക്കേണ്ട കാര്യം എന്നാണ് അമ്മാവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അമ്മാവൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുണ്ടെങ്കിൽ ഈ മീഡിയാസ് എല്ലാം ഈ ഒരു സ്ത്രീകൾ എന്ത് പറഞ്ഞാലും അവരെ കൂടല്ലേ നിൽക്കുന്നത്, അല്ലാതെ ന്യായത്തിൻ്റെ കൂടൊന്നും എപ്പോഴും നിന്നെന്ന് വരത്തില്ലല്ലോ എന്നുള്ള രീതിയിലൊരു പറച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് കേൾക്കുന്ന സമയത്ത് അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. സ്ത്രീകളെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന നമ്മൾ ആൾക്കാരൊന്നും അല്ല. ഇപ്പം അവരെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തോന്നി നമ്മൾ അവരുടെ കൂടെ നിൽക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുരുഷൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം ഈ ഒരു കാര്യത്തിൽ നോക്കി അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. ഡിവോഴ്സ് ചെയ്യാതെ മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുന്നു. അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യുക ഒഫീഷ്യലി. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു സ്വർണവും അതുപോലെ തന്നെ പണവും തിരിച്ചു വരിക, കുട്ടിയുടെ ആവശ്യമൊക്കെയാണ്. അത് പറയുന്നതിൽ തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ആ ഒരു കുടുംബത്തിൻ്റെ ഭാഗത്തും ആ ഒരു ഭർത്താവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. അതിൽ നിങ്ങൾ അവരെ കൂടെ നിൽക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ഇതിൽ വിയോജിപ്പുള്ള കുറേയധികം പേരുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയൊരു ടോപ്പിക്കാണ്. അവിടെ ഒരു നാട്ടുകാരനായിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. ആ ഒരു വ്യക്തിയുടെ വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ട്. ആ ഒരു വ്യക്തി ഇൻ്റർവ്യൂ എടുത്തപ്പം ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ 2 കല്യാണം കഴിക്കുന്നതിനെ ഭയങ്കര എന്തോ വലിയ സംഭവമായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ആളെടുത്ത് ഈ ഒരു ഇൻ്റർവ്യൂക്കാരൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആങ്കർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ, ഇത് കണക്ക് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു. ഇത് കണക്ക് അതിൽ തെറ്റോ കാര്യങ്ങളായിട്ടൊന്നും തോന്നുന്നില്ല. അവൻ 6 വർഷമായിട്ട് ഇതേ കണക്ക് മാറി താമസിച്ചതല്ലേ, അവനൊരു പുരുഷനില്ലേ, അവനും ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ, അപ്പോഴത്തേന് അതൊക്കെ എന്ത് മാറ്റി വെക്കണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് കല്യാണം കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് ഈ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്ത്യൻ നിയമപ്രകാരം അത് തെറ്റല്ലേ എന്നുള്ള രീതിയിൽ. അങ്ങനെയൊക്കെ ആയിരിക്കാം, പക്ഷെ ഞങ്ങളുടെ നിയമപ്രകാരം അതിലൊന്നും കുഴപ്പമൊന്നുമില്ല, 4 വേണമെങ്കിലും കെട്ടാം എന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു നാട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും പറയുന്ന സമയത്ത് ഭയങ്കര എന്തോ വലിയ കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കതിൽ തോന്നിയൊരു കാര്യം, വേറെ കല്യാണം കഴിക്കണമെങ്കിൽ ഇവരെ ഡിവോഴ്സ് ചെയ്തിട്ട് ഇവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുത്തിട്ട് കല്യാണം കഴിക്കുന്നതിൽ ഇവിടെ തെറ്റ് പറയുന്നില്ല. അതിന് പകരം ഉണ്ടെങ്കിൽ ഉടനെ ഇതേ കണക്ക് ഒന്നും ചെയ്യാതെ ആൾക്കാരിൽ നിന്ന് മറച്ചു വെച്ചൊക്കെ കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നില്ല. അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും ശരിയാണെന്ന് തോന്നില്ല. ആ സമയത്ത് ഈ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര കല്യാണം കഴിച്ചു എന്നുള്ള രീതി ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യം, ഞാൻ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്, 2 കല്യാണത്തിന് എനിക്ക് മക്കളുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആങ്കർ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾ ആരെ കൂടെ താമസിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്തോന്ന് പറഞ്ഞാൽ, ഞാൻ 2 പേരെടുത്തും കൂടെ ഒന്നുമില്ല താമസിക്കുന്നത്, ഞാൻ വേറെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോഴത്തേന് അതങ്ങനെയാണ്, ആ മക്കൾക്കൊന്നും എന്നെ വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ആങ്കർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളെന്താ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം, ഇല്ല ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ജോലിക്കും ഒന്നും തന്നെ പോകുന്നതൊന്നുമില്ല, എന്നിട്ട് 2 കെട്ടി, അതിൽ കുട്ടികളുണ്ട്, അവരെ കാര്യമൊന്നും നോക്കിയിട്ടില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു തിരിഞ്ഞൊന്നും നോക്കാത്തത്. എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് 2 കെട്ടുന്നതിന് ഭയങ്കര മഹത്തായിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുക. ഇതുപോലെ കുറേയധികം ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് കല്യാണം എന്ന് പറഞ്ഞ് ചുമ്മാ ജസ്റ്റ് കല്യാണം കഴിച്ച് ഭാര്യയുടെ സ്വർണ്ണമൊക്കെ ഉണ്ട് അതുകൊണ്ട് ജീവിക്കാമെന്ന് വെച്ചിട്ട് വലിയ ഉത്തരവാദിത്വമൊന്നും എടുക്കാതെ ജോലിക്കൊന്നും പോകാതെ ജീവിക്കാമെന്ന് പറഞ്ഞാൽ കുറേയധികം ആൾക്കാരുണ്ട്. അവരുണ്ടെങ്കിൽ ഇതുപോലെ ഇയാളെ പോലുള്ളവർക്ക് എത്ര കിട്ടിയാലും കുഴപ്പമില്ലെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നുള്ളവരൊന്നും ആവാതിരിക്കുക. കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം, നിങ്ങളൊരു കുട്ടിയൊക്കെ നോക്കേണ്ടി വരും, അല്ലെങ്കിൽ വൈഫിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അതൊക്കെ മനസ്സിലാക്കി കല്യാണം കഴിക്കുക. അല്ലാതെ വൈഫിൻ്റെ സ്വർണം കൊണ്ടോ അവരുടെ പണം കൊണ്ടോ ഒക്കെ ജീവിക്കാമെന്നുള്ള ഒരു ചിന്തിക്കരുത്. അത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പം പറഞ്ഞ ആ നാട്ടുകാരൻ്റെ വാക്കുകൾ കേൾക്കുന്നവരൊന്നും ദൈവത്തെ ഓർത്ത് ആ പറയുന്ന ആൾ പറയുന്നതൊന്നും കേട്ട് അതൊന്നും എടുത്ത് ചിന്തിച്ച് അങ്ങനെ ജീവിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇതാണ് എൻ്റെ ഒരു ഈ വിഷയത്തിൽ അഭിപ്രായമായിട്ട് പറയാനുള്ളത്. ഇതിനെതിരെ പറയാൻ അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടായിരിക്കാം. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് എതിർക്കുന്നു ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്.